നിമിഷപ്രിയയുടെ മോചന ചർച്ചകൾക്കായുള്ള പ്രതിനിധി സംഘത്തിന് യമനിലേക്ക് പോകാനുള്ള യാത്രാ അനുമതിക്ക് ആക്ഷൻ കൌൺസിലിനോട് കേന്ദ്രത്തെ സമീപിക്കാൻ സുപ്രീംകോടതി. ആക്ഷൻ കൌൺസിലിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. ഇക്കാര്യം പരിഗണിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകി. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളും ആക്ഷൻ കൌൺസിൽ പ്രതിനിധികളും അടങ്ങുന്ന മധ്യസ്ഥ സംഘമാണ് യമനി കുടുംബവുമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനും ബ്ലഡ് മണി ചർച്ചകൾ നടക്കുന്നതിനുമായി പ്രത്യേക 6-അംഗ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഹർജിക്കാർക്ക് വേണ്ടി ആക്ഷൻ കൌൺസിൽ ഭാരവാഹി കൂടിയായ അഭിഭാഷകൻ KR സുഭാഷ് ചന്ദ്രനാണ് ഹാജരായത്. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തിയും ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ചായിരുന്നു. അതേസമയം വധശിക്ഷ എപ്പോഴേക്കാണ് മാറ്റിയതെന്ന് കോടതി ആരാഞ്ഞു. അനിശ്ചിതമായി ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിയെന്ന് ആക്ഷൻ കൌൺസിൽ കോടതി അറിയിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളും കോടതിയെ ബോധ്യപ്പെടുത്തി. ഹർജി ഓഗസ്റ്റ് 14 വീണ്ടും പരിഗണിക്കും. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.